ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ രേഷ്മ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ബ്രോഡ്വേയിലാണ്. അപ്പോൾ ബ്രോഡ്വേയിൽ നമ്മുടെ ക്രിസ്മസിൻ്റെ കളക്ഷൻസാണ്. എന്തൊക്കെയാണ് പുതിയ കളക്ഷൻസ് എന്ന് കാണാനായിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഇത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. ഈ വർഷം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഡിസംബർ 2-ാം തീയതി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയി പോയെന്ന് കുറച്ച് പേരെങ്കിലും പറയുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ഞാനെന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഷോപ്പിംഗ് വ്ലോഗ് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബ്രോഡ്വേയിലെ മീറ്റർ ബസാർ നമ്മൾ ഫുള്ളായിട്ട് അരിച്ചുറക്കിയിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് അത്രയും അത് ലോങ് ആയിട്ട് പോയത്. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കമൻസിനും പ്രത്യേകം ഞാൻ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഏറ്റവും മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ബ്രോഡ്വേയിലെ പ്രത്യേകതകൾ എന്താണെന്നൊക്കെ നമ്മൾ മുൻപ് ചർച്ച ചെയ്ത പോലെ തന്നെ എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ലാഭത്തിൽ മേടിക്കാനായിട്ട് പറ്റുന്ന ഒരു മാർക്കറ്റാണ് ബ്രോഡ്വേ, എറണാകുളം മാർക്കറ്റ്. പക്ഷേ കുറച്ച് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് വലിയ വിലക്കുറവൊന്നുമില്ലാന്ന്. പക്ഷെ ഞാൻ പ്രത്യേകം ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എല്ലാ കടകളിലും വിലക്കുറവാണെന്ന് നമ്മൾ പറയുന്നില്ല. ഒരുപാട് കടകളുണ്ട് വിലക്കുറവുള്ളത്. അത് മാത്രമല്ല, ഈ ഒരു ബ്രോഡ്വേയിൽ വിലക്കുറവാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴുള്ള ഒരു എമൗണ്ടിനെ പറ്റിയിട്ട് അത് കുറേയും കൂടി ഹൈ ആയിരിക്കും. ഇവിടെ നിന്ന് കിട്ടുന്ന അത്ര വിലക്കുറവൊന്നും എങ്ങൊന്നും എന്താണെങ്കിലും കിട്ടാനായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല, ഒരുപാട് കളക്ഷൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ട ഒരു ഷോപ്പിംഗ് അനുഭവമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള മാർക്കറ്റിലൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. നമുക്കിപ്പോൾ 1 രൂപ 2 രൂപ മുതൽ തുടങ്ങുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണാനായിട്ട് വരും. നമ്മുടെ ഡെക്കോറുകളാണെങ്കിലും നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ബൗൾസും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ക്രിസ്മസ് പപ്പാനിയും അതൊക്കെ നമുക്ക് ഇവിടെ 1 രൂപ 2 രൂപ നിരക്കിൽ കിട്ടും. കുറച്ചും കൂടി ലാഭത്തിൽ നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്ന ഷോപ്പുകൾ അവൈലബിൾ ആണ് ഇവിടെ. അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുമാത്രമല്ല, ഒരു പ്രത്യേക നല്ലൊരു കാഴ്ചാനുഭവമാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിവിടെ വന്നാലേ നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള മറ്റൊരു കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഓൺലൈനായിട്ട് ഇത് കിട്ടുമോ ഇവിടെ നിന്ന് എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് കിട്ടുന്ന കടകളും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു ധാരണയില്ല. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുമില്ല. പക്ഷേ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുന്നതിൽ നമ്മൾ നേരിട്ട് കണ്ട് അറിഞ്ഞ് തൊട്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് മേടിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ട് വന്ന് മേടിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈനായിട്ട് മേടിക്കുന്നതിലും നേരിട്ട് വന്ന് മേടിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്രയ്ക്ക് ഭംഗിയാണ്. നമുക്ക് ഒരു മനസ്സിന് കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, ഇവിടെ കൂടി നടക്കുമ്പോഴുള്ള ആ ഒരു ഫീല്, അത് നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാനത് പറഞ്ഞതോ. പക്ഷേ കുറേ ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നു കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടാണ്. പക്ഷേ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യണം പറയുന്നത് നമുക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്രയിലില്ല കേട്ടോ, സോറി, ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അങ്ങനെയുള്ള സൈറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും കുറേയും കൂടി നല്ലതെന്ന് തോന്നുന്നു. പിന്നെ അല്ലാണ്ട് കുറേ ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളുണ്ട്. ഇൻസ്റ്റഗ്രാം സ്റ്റോറുകളിൽ എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ്, എത്ര മനോഹരമാണ് നോക്കൂ ഈ ഒരു വഴിയോരങ്ങൾ, കണ്ടില്ലേ? ഇവിടെ വന്ന് ഇത് കണ്ട് നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് നോക്കി ഇതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച്, ഇപ്പം ലൈറ്റ്സൊക്കെ ആണെങ്കിലും നമ്മൾ അതവർ ചെക്ക് ചെയ്തൊക്കെ കാണിച്ച് ആ ഒരു ഇതുണ്ടല്ലോ, അത് മറ്റെങ്കിലും ഇടില്ല എന്ന് തന്നെ ഞാൻ വീണ്ടും പറയുള്ളൂ കേട്ടോ. കാരണം ഞാൻ കൂടുതലും സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഞാൻ പോലും ഇവിടെ വന്നിട്ട് മേടിക്കുന്നതിൻ്റെ മെയിൻ റീസൺ ഇവിടെ നമുക്ക് തരുന്ന ആ ഒരു കാഴ്ചാനുഭവം തന്നെയാണ് കേട്ടോ. ഒന്നും മേടിക്കാനല്ലെങ്കിൽ പോലും ഈ ഒരു മാർക്കറ്റ് കാണാനെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് വന്ന് നോക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം അത്രയ്ക്കും അതിമനോഹരമായിട്ടാണ് ഇവർ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അട്രാക്ഷനാണ്, നമ്മൾ അട്രാക്ട് ചെയ്തവർ മേടിപ്പിക്കാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് പറയില്ലേ, അത് തന്നെയാണ്. കാരണം നമ്മൾ മേടിച്ചു പോകും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട്.
നമുക്കിപ്പോൾ കൂടുതലും നമ്മുടെ ക്രിസ്മസ് ട്രീകളും അതുപോലെ അത് ഡെക്കോർ ചെയ്യാനായിട്ടുള്ള കുഞ്ഞു 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 ഐറ്റംസും എല്ലാം നല്ല കളർഫുൾ ആയിട്ടുള്ള കുറേ അധികം ലൈറ്റ്സുകളും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് സ്റ്റാറുകളുടെയൊക്കെ ഒരു വലിയൊരു ലോകം തന്നെയാണ് ഇവിടെ. അങ്ങനെ പിന്നെ നമുക്കിങ്ങനെ ഡോറിലൊക്കെ ഹാങ് ചെയ്ത് വെക്കാനായിട്ട് പറ്റിയ, എല്ലായിടത്തും ഇങ്ങനെ ഹാങ് ചെയ്ത് ഇങ്ങനെ തൂക്കി തൂക്കി വെക്കാനായിട്ട് പറ്റിയ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ. പിന്നെ നക്ഷത്രമൊക്കെ മേടിക്കാനായിട്ട് വരുന്ന ആൾക്കാർ ഇതുപോലെ രാത്രി വരുന്നതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഇരുട്ടാണ് കേട്ടോ. പകൽ വന്നാലും ഇതിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഒരു ഇരുട്ട് പോലെയുള്ളതുകൊണ്ട് നമുക്ക് നക്ഷത്രങ്ങൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും ഭംഗി അറിയാനായിട്ട് പറ്റും. പക്ഷേ എല്ലാ കടകളിലും നമുക്ക് ഇങ്ങനെ ഒരു ഇരുട്ട് ഇവർ ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നക്ഷത്രത്തിൻ്റെയൊക്കെ ഭംഗി അറിയണമെന്നുണ്ടെങ്കിൽ രാത്രിയിലെ ആ കാഴ്ച കണ്ടിട്ട് മേടിക്കാനായിട്ടായിരിക്കും കുറച്ചും കൂടി നല്ലതാവുക കേട്ടോ. എന്നല്ലേ നമുക്ക് നമ്മുടെ വീട്ടിലിട്ട എത്രത്തോളം അത് ഭംഗിയായിട്ട് നിൽക്കും എന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ ക്രിസ്മസ് ട്രീത്തുകൾ, ഇതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള എന്താ പറയുക കുഞ്ഞു കുഞ്ഞ് ഇത് 100 രൂപയുടെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഒരു നമ്മൾ ആദ്യം ഫസ്റ്റ് കാണിച്ച അത് കുറച്ച് റേറ്റ് കൂടുതലാണ്. കാരണം അതിൻ്റെ അകത്ത് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഐറ്റത്തിന് ഒരു 450-500 ആ ഒരു റേഞ്ച് വരും. പിന്നെ അല്ലാതെ നമ്മൾ ഒരു സാധാ ഒരു വട്ടം വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ എന്തെന്നാ പറയുക, അതിന് ഒരു പച്ച കളറുള്ള സംഭവമില്ലേ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുന്ന ആ ഒരു സംഭവം മേടിച്ച് നമുക്ക് ക്രിസ്മസ് ട്രീത്ത് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് തന്നെ കുറച്ച് സാധനങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ. ക്രിസ്മസ് ട്രീ ആണെങ്കിലും ട്രീത്തൊക്കെ ആണെങ്കിലും അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഉണ്ടല്ലേ. നമ്മൾ എങ്ങനെയാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വീഡിയോ ആയിട്ട് ചെയ്യാം. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അത്. പിന്നെ പറ്റിയ ഒരു പുൽക്കൂട് കൂടി ഉണ്ടാക്കണം എന്നുണ്ട്. പ്രാവശ്യം നമ്മുടെ പുൽക്കൂട് കുറച്ചൊന്ന് ചീത്തായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മേടിച്ച പുൽക്കൂട, കഴിഞ്ഞ വർഷമല്ല അതിന് മുന്നത്തെ വർഷം മേടിച്ച പുൽക്കൂട, അത് അതിങ്ങനെ ചായച്ച് എടുത്ത് വയ്ക്കാനായിട്ട് വരുന്ന ടൈപ്പായിരുന്നു നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് എന്തോ 300 ആ ഒരു റേറ്റ് ആയിരുന്നു. ആ ഒരു റേറ്റൊക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പോഴും. അതിന് 300-350 രൂപയ്ക്ക് പുൽക്കൂടൊക്കെ കിട്ടും. അപ്പോൾ ഒരു കുഞ്ഞു പുൽക്കൂട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ട്. അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത ലോങ് വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം, കാർട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പറ്റിയ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കും, എനിക്ക് ഇഷ്ടപ്പെടും. അത് കുറച്ചും കൂടി ലോങ് വീഡിയോ ആണ്, അത് കുറേയും കൂടി നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർ ഷോർട്ടാക്കി ചെയ്യാനായിട്ട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ നക്ഷത്രം കണ്ടോ വെറൈറ്റി ആയിട്ടില്ലേ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.